ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരൻ മാധ്യമങ്ങളോട് സംസാരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നലെ ചാനലിൽ മൊത്തം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ വന്ന കാര്യങ്ങൾ ഞാൻ ബാംഗ്ലൂരിൽ 3 ദിവസം ഇതിനു വേണ്ടി മാത്രം ഇവരുടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മാത്രം ബാംഗ്ലൂരിലേക്ക് ഞാൻ പോയിട്ട് അവിടെ റൂം എടുത്ത് ഞാൻ എന്നെ അക്കോമഡേഷൻ ഹോട്ടലിൽ റൂം എടുത്ത് ഞാൻ അവിടെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അവരെ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താജിൽ ബാംഗ്ലൂരിൽ തന്നെ 4 താജ് ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം പുറത്ത് പറഞ്ഞ കാര്യം, അഥവാ 2016 ഉദ്ഘാടനം കഴിഞ്ഞ താജ് ഹോട്ടൽ, അത് 2016 ഉദ്ഘാടനം കഴിഞ്ഞത്, അത് എയർപോർട്ടിന് അടുത്തുള്ള. പക്ഷെ ആ ഹോട്ടലിലല്ല ആക്ച്വലി ഞങ്ങൾ പോയതും എന്നെ സംവിധായകൻ രഞ്ജിത്ത് എന്നെ കൊണ്ടുപോയത് അത് ഹോട്ടലിലല്ല. ആ ഹോട്ടലിൽ ഇപ്പം വിവന്ത എന്ന് പറയുന്ന, അഥവാ 2019 വരെ താജ് ഗേറ്റ് വേ ആയിരുന്നു ആ ഹോട്ടൽ. അതിപ്പോൾ വിവന്തയായിട്ട് ബാംഗ്ലൂരിൽ ഓൾറെഡി ബാംഗ്ലൂർ താജ് വിവന്ത റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന റെസിഡൻസി റോഡിലാണ്. അവിടെയാണ് എന്നെ രഞ്ജിത്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഇതെന്താണെന്ന് വെച്ചാൽ എന്നെ ഇവർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കൊണ്ടുപോയ ഹോട്ടലും ഇവരിപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്ന ഹോട്ടലും രണ്ടാണ്. സോ ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ ഇത്രയും 3 ദിവസം ഞാൻ ബാംഗ്ലൂരിൽ പോയി അത്രയും അവർ കോർപ്പറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഫൈനൽ കൺക്ലൂഷൻ എന്നോട് പറഞ്ഞത് എന്നെ ആ ഹോട്ടലിൽ കൊണ്ടുപോയ വിവന്ത എന്ന് പറയുന്ന ഹോട്ടലിൽ കൊണ്ടുപോയപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അവിടെയാണ് എന്നെ രഞ്ജിത്ത് കൊണ്ടുപോയത്. അവിടുന്ന് രഞ്ജിത്ത് എൻട്രൻസ് വഴിയല്ല ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഞാൻ കയറിയത് പുറത്തുള്ള, അഥവാ ബാക്കിലൂടെയുള്ള സ്റ്റെയർ കേസാണ്. ആ വഴി പോലും വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. അത് ബാംഗ്ലൂർ പോലീസ് അത് ഫോട്ടോ വരെ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് എല്ലാം എടുത്ത് ഈ ഹോട്ടലാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് എന്നോട് ഫൈനലി അവിടുത്തെ SI പറഞ്ഞത് നമ്മൾക്ക് ഓൾറെഡി സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയർ രഞ്ജിത്തിനെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ആക്ച്വലി. എനിക്ക് പറയാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വെരി റെസ്പെക്റ്റിംഗ് ടു ദ ഹൈക്കോർട്ട്. അവരുടെ പിന്നെ എല്ലാ കാര്യങ്ങളും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയാണ്. വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച ട്രോമ അത് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതിലൂടെ ഞാൻ കടന്നു പോയിട്ട് എനിക്ക് ഈ വളരെ ഇന്നലെ എക്സാക്ട്ലി ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴും ഞാൻ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് ആക്ച്വലി കന്നഡയിലാണ് ഇവരുടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, പുറത്ത് വന്നത് അതല്ല. പുറത്ത് വന്നത് എയർപോർട്ടിനടുത്തുള്ള താജാണ്. അവിടെ നമ്മൾ പോയിട്ട് പോലുമില്ല. അതാണ്. പിന്നെ ഈ പിന്നെ ബാംഗ്ലൂരിലുള്ള ഈ 2 മേലുദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചപ്പോൾ അവർ 2 പേരും നമ്പർ ബ്ലോക്ക്ഡാണ്. പിന്നെ ഇനി പ്രോസിക്യൂഷൻ്റെ ഒരാളും എന്നെയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റും എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അതൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ 2 പോലീസുകാർ, അഥവാ SIയും അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും പിന്നെ അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കോൺസ്റ്റബിൾസും വളരെ കറക്റ്റായിട്ട്. കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവാവ്, അയാൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പോലും കോടതി നിരീക്ഷിച്ചിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതിക്കാരനായ യുവാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്.